പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്ററും മെയിൻ എറണാകുളം ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്ററും ദൂരത്തിലായിട്ടൊരു വില്ല പ്രോജക്റ്റിനകത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 4 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്ക്, എടപ്പള്ളി, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. എയർപോർട്ടിലേക്ക് 30 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ബോക്സി ഡിസൈനിലുള്ള എലവേഷനാണ്. ധാരാളം ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വഴിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടൈൽ വിരിച്ചിരിക്കുകയാണ്. 4 മീറ്റർ വൈഡ് റോഡാണ് വന്നുള്ളത്. മതിലിനും ടെക്സ്ചർ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് കയറുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ടൈൽ വാങ്ങിയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഈസ്റ്റ്, ഇത് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ധാരാളം പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് LED ലൈറ്റുകളും ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഗാർഡനിൽ കൊടുക്കുന്ന ലൈറ്റുകളാണ്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് വന്നുള്ളത്. സ്റ്റെപ്പ് വന്നിരിക്കുന്നതും കിഴക്കോട്ട് തന്നെയാണ്. എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ പ്രധാന കട്ട്ല തന്നെയാണ്. നല്ല വലിപ്പമുള്ള കട്ട്ല, പാനലിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. ലിവിങ്ങിലേക്ക് വരാം. ലിവിങ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 12 അടിയോളം നീളം വരുന്നുണ്ട്, 10 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫാൾ സീലിംഗിൽ ഒരു ഫൈബർ ലാമിനേഷൻ വർക്കും കൂടി വരുന്നുണ്ട്. അതിനൊരു വുഡിൻ്റെ ടെക്സ്ചറാണ് കൊടുത്തുള്ളത്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വലുത് വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലും 3 പാളി ജനലാണ് വന്നുള്ളത്. ഇനി TV യൂണിറ്റിലേക്ക് വരാം. വലുപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു സെപ്പറേഷൻ കൂടിയാണിത്. കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ഭംഗിയുള്ളൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇൻവെർട്ടിനുള്ളൊരു സ്പേസാണ്. സ്റ്റെയറിനടി കവർ ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അതായത് കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായിട്ടൊരു ഡൈനിങ് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. മാത്രമല്ല ഫാൾ സീലിങ്ങിൻ്റെ വർക്ക് എടുത്തു പറയേണ്ടതാണ്. അകത്തൊരു ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടാണ് ഡൈനിങ് ഏരിയ റെഡി ആക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഒതുങ്ങി മാറിയിട്ടൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈനിലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെ സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലൊരു മിറർ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. അതിന് മേലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം ഫൈബർ ലാമിനേഷൻ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് തന്നെ ഏകദേശം ഒരു 14 അടി നീളവും 11 അടിയോളം വീതിയും വരുന്നുണ്ട്. അപ്പോൾ നല്ല സൈസുള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് കോക്കറി ഷെൽഫുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. വശങ്ങളിലെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. പവർ പോയിന്റുകളെല്ലാം ധാരാളം കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് വരാം. വർക്ക് ഏരിയ ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സിങ്ക് വരുന്നുണ്ട്. ഇനിയൊരു ടാപ്പും കൂടി വരാനേ ഉള്ളൂ. വശങ്ങളെല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ലോക്ക് ചെയ്യാം, അവിടെയും ലോക്ക് ചെയ്യാം. അപ്പോൾ അടച്ചുറപ്പുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ്. അവിടെയും ധാരാളം സ്പേസ് ഉണ്ട്. ഫുള്ള് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. 12 അടി നീളവും 11 അടി വീതിയാണ് മാസ്റ്റർ ബെഡ്റൂമിന് വന്നുള്ളത്. സൗത്ത് സൈഡ്, വെസ്റ്റ് സൈഡ്
ഫാൾ സീലിങ്ങിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്, 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. സെവയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കളർ പാറ്റേണിലുള്ള ടൈലും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 11 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണിത്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡുമാണ്. പിന്നെ ഇവിടെയായിട്ടാണ് വലിപ്പമുള്ള കബോർഡ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയുള്ള കബോർഡാണ് നമുക്കിവിടെ കിട്ടിയുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോവാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് ആണ്. നേരെ മേലേക്ക് കയറാം. ഈ ഭിത്തി വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെയും പെർഗോളാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം നാച്ചുറൽ ലൈറ്റ് താഴത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നല്ല സ്പേഷ്യസ് ആണ് അപ്പർ ലിവിങ് സ്പേസ്. മാത്രമല്ല ഇതിൻ്റെ ഫാൾ സീലിംഗ് വർക്കും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു സോഫ സെറ്റീസ് 1, 2, 3 ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അതുകൂടാതെ ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഇവിടെയായിട്ട് 3 പാളി വീതം ജനലാണ് കൊടുത്തുള്ളത്. നല്ലൊരു TV സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ വേണമെങ്കിൽ വേറെയും കബോർഡ് കൊടുക്കാനുള്ള സ്പേസ് ഈ ബെഡ്റൂമിനുണ്ട്. നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേണും വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് വരാം. ഈ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരികയാണ്. യൂട്ടിലിറ്റി എന്നോ അല്ലെങ്കിൽ സ്റ്റഡി റൂം എന്നൊക്കെ വിളിക്കാം. ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. സൈഡ് വശങ്ങളെല്ലാം ഗ്ലാസ്സിലാണ് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ധാരാളമുണ്ട്. 4 സൈഡിലും സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേഴ്സ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇനി ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്നത്, അതായത് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെ ഷീറ്റും ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കവേർഡായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ധാരാളം സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൽ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. അതുകൂടാതെ അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒക്കെ ആയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 വലിയ വാഹനങ്ങൾ പാർക്കിനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്.
വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.